ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 5 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ തേർഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്നെൽസ് ലോ എന്താണെന്ന് പഠിക്കാം. ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നതാണ് സ്നെൽസ് ലോ. ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആർ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ്. ഇനി ഈ സ്നെൽസ് ലോ എന്നാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ടേമിലേക്ക് എത്തുന്നത്. അതായത് സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൻ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഈ സ്മോൾ ലെറ്റർ എന്നിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്നെൽസ് ലോ എന്നാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് എത്തിയത്. സ്നെൽസ് ലോ എന്താണെന്ന് പഠിക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പഠിക്കുക. അത് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൻ വെച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൻ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു ഫോർമുലയുണ്ട്, എൻ ഈസിക്കൽ ടു സി ഡിവൈഡഡ് ബൈ വി. സി എന്ന് പറഞ്ഞത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അതായത് നമ്മളിപ്പോൾ ഒരു മീഡിയത്തെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റും അതുപോലെ തന്നെ വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റും നമ്മൾ കമ്പയർ ചെയ്യും. നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് വാക്വത്തിലാണ്. അപ്പോൾ ഈ മീഡിയത്തിനെ അപേക്ഷിച്ച് എത്ര ഫാസ്റ്റർ ആയിരിക്കും വാക്വത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ്, ആ ഒരു കമ്പാരിസനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്ലാസിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ ജി എന്ന് പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്നതുകൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നമ്മൾ എഴുതിയിട്ടുണ്ട് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, ഇവിടെ തന്നേക്കണ മീഡിയം എന്താണ്, ഗ്ലാസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ ഗ്ലാസിൻ്റെ സ്പീഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതൊക്കെ കാണാപ്പാടം പഠിക്കേണ്ട നമ്പേഴ്സും കാര്യങ്ങളാണ് കേട്ടോ. ഇത് അറിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. അതായത് 3/2 = 1.5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് 1.5 ആണ്. ഇങ്ങനെ വെട്ടി കളയണേക്കാളൊക്കെ നല്ലത്, ഏറ്റവും നല്ലത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അങ്ങനെ 3-4 കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അത് കാണാപ്പാടം പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ആ വാല്യൂ എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞത് 1.5 ആണ്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ആബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും രണ്ടാമത്തത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. ഇവിടെ ആബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ എന്താണ് വരുന്നത്, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് മെയ്ഡ് വിത്ത് റെസ്പെക്ട് ടു വാക്വം. അതായത് ഈ മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ വാക്വം അഥവാ എയറിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇവിടെ മീഡിയയും അതുപോലെ തന്നെ എയറുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. രണ്ടിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് എയർ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ രണ്ടും മീഡിയം ആയിരിക്കും, മീഡിയം 1 മീഡിയം 2. അതായത് ഇവിടെ എയർ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വാക്വം വെച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് ആബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും, ഇവിടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഗ്ലാസ് ആണെങ്കിൽ അടുത്തത് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലാസും ഡയമണ്ട് ആയിരിക്കും, എന്ത് വേണമെങ്കിലും ആയിരിക്കും. എയർ ഒഴിച്ച് എയറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വാക്വമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാക്വമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതിനെ ആബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും തെറ്റരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയം, 3 മീഡിയം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് കാണാപ്പാടം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കാണും, N = C/V എന്ന് പറഞ്ഞ ഫോർമുല. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. C എന്ന് പറഞ്ഞത് 3 എണ്ണത്തിൻ്റെയും സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കമ്പയർ ചെയ്യുന്നത് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഇതൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടുള്ളതാണ്. ചെയ്തു വരുമ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്നും വാട്ടറിൻ്റെ 1.33, ഡയമണ്ടിൻ്റെ 2.4. അപ്പോൾ ഈ ഒരു വാല്യൂ കൂടി പഠിച്ചു വെച്ചോ. എന്തെങ്കിലും ഒരു കാര്യത്തിന് വരാണെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇപ്പോൾ 1.33 എന്നല്ല, ഇങ്ങനത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടണമെങ്കിൽ 3/2 4/3 എന്ന് പറഞ്ഞ 2 വാല്യൂസ് കൂടി പഠിച്ചു വയ്ക്കാം. മെയിനായിട്ട് ഈ 1.5 1.33 2.4 ഇത് അങ്ങോട്ടും തെറ്റരുത്. ഇവിടെ നമുക്ക് ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ആബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് 1.62. ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, അത് എയർ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയർ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അത് ആബ്സലൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
മീഡിയം നമുക്ക് തന്നിട്ടില്ല. ആ മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഫോർമുല എഴുതാം. n എന്ന് പറഞ്ഞത് c/v ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര തന്നിട്ടുണ്ട്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1.62. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം? ആ മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് v ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. v കണ്ടുപിടിക്കണം. c നമുക്കറിയാം 3 × 10⁸ m/s ആണ് വെലോസിറ്റി അഥവാ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അഥവാ എയർ എന്ന് പറഞ്ഞത്, ഡിവൈഡഡ് ബൈ v. ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് സോൾവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നമുക്ക് എന്ത് കിട്ടും? v = ഈ vനെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിവൈഡ് ഇൻറ്റു ആയിട്ട് മാറും. 3 × 10⁸ m/s ഡിവൈഡഡ് ബൈ ഈ 1.62നെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് അടിയിൽ വരും, ഡിവൈഡിൻ്റെ അടിയിൽ വരും. സോ ഇതായിരിക്കും ആൻസർ. v എന്ന് പറഞ്ഞത്, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് പറഞ്ഞത് 3 × 10⁸ m/s ഡിവൈഡഡ് ബൈ 1.62. ഇവിടെ വരെയെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യൻ SSLC എക്സാം 2020 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ റേ ഓഫ് ലൈറ്റ് ഫോളിംഗ് ഒബ്ലിക്ലി ഫ്രം എയർ ടു എ ഗ്ലാസ്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ് റേ ഓഫ് ലൈറ്റ് കടന്നു പോകുന്നത്. ഫൈൻഡ് ഔട്ട് ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ ചിലവർ ഈ 30 അങ്ങനെ എടുത്ത് എഴുതും. ഇവിടെ 30 അല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നത്. നോർമലും ആ ഇൻസ്റ്റൻറ്റ് റേയും തമ്മിലുള്ള ഈ ഒരു ആംഗിൾ എപ്പോഴും ഓർക്കുക. ഈ നോർമലും റേ ഓഫ് ലൈറ്റ് അതായത് ഇൻസ്റ്റൻറ്റ് റേയും തമ്മിലുള്ള ഈ ആംഗിളിനെ ഐ എന്നും ഈ നോർമലും റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്ന റേനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിളാണ് ഇവിടെ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇവിടെ മൊത്തം വരുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതെ, ഇവിടെ നേരെ നോർമൽ ആയതുകൊണ്ട് ഇങ്ങനെ ഇതൊരു 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഐ കണ്ടുപിടിക്കുക എന്ത് ചെയ്യും? 90 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. ആൻസർ എത്ര വരും? 60 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. രണ്ടാമത്തത്, വൈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കുറവാവാൻ കാരണം, അതായത് ആർ എന്ന് പറഞ്ഞത് ഐനേക്കാളും കുറവാണ്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ കൂടി നിൽക്കുന്നത്. അതെന്താണ് കാരണം? അതായത് നമുക്കറിയാം ഗ്ലാസ് എന്ന് പറഞ്ഞത് എയറിനെ അപേക്ഷിച്ച് മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളൊരു മീഡിയമാണ്, അഥവാ ഡെൻസർ മീഡിയമാണ് ഗ്ലാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് റേ കടന്നു വരുമ്പോൾ ഈ റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ നോർമലിൻ്റെ അടുത്തേക്കായിരിക്കും. അതായത് ലെസ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഹൈ ഡെൻസർ മീഡിയത്തിലേക്കാണ് റേ ഓഫ് ലൈറ്റ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് നോർമലിനോട് അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ യു കാൽക്കുലേറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ കാൽക്കുലേഷൻ ഒന്നും വേണ്ട, സാധാരണ പോലെ എഴുതിയാൽ മതി. അതായത് NG നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് NG എന്ന് പറയുമ്പോൾ നമ്മൾ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇവിടെ വരുന്നത്. അതായത് ഗ്ലാസും എയറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വന്നുകൊണ്ട് NG = sin I ഡിവൈഡഡ് ബൈ sin R. sin I എത്രയാണ്? sin 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ sin R എന്ന് പറഞ്ഞത് 33 ഡിഗ്രി. അത് കറക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നല്ല തന്നേക്കുന്നത്. sin R നമുക്ക് കറക്റ്റ് തന്നിട്ടുണ്ട്, sin I തെറ്റിക്കാൻ വേണ്ടി കൊടുത്തേക്കാം. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും വരെ എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ 2020 മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 മീഡിയം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി മേക്കിംഗ് ദ സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫ്രം എയർ ടു ദീസ് മീഡിയ സെപ്പറേറ്റ്ലി. ഇവിടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് എയറിൽ നിന്നാണ് ഈ ഓരോ മീഡിയത്തിലേക്കും ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. എയറിൽ നിന്ന് വാക്വം, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എയറിൽ നിന്ന് വാട്ടർ, എയറിൽ നിന്ന് ഡയമണ്ടിലേക്ക്, എയറിൽ നിന്ന് ഗ്ലാസ്. അതായത് 2 മീഡിയം. ഒരു ഗ്ലാസ് ആണെങ്കിൽ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അതുപോലെ തന്നെ ഡയമണ്ട് ആണെങ്കിൽ അവിടെ, പിന്നെ വാട്ടറിലാണെങ്കിൽ എയറിൽ നിന്ന് വാട്ടറിലേക്ക്. അതാണ് പറയുന്നത്. ഇവിടെ വന്ന് പതിക്കുന്ന റേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞത് എല്ലാ മീഡിയത്തിലും സെയിം ആണ്. എന്നാൽ വിച്ച് മീഡിയ വിൽ ഗീവ്സ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ ആർ അഥവാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏറ്റവും കൂടുതലുള്ള മീഡിയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ലാർജസ്റ്റ് വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. ഏറ്റവും വലിയ റിഫ്രാക്ഷൻ്റെ വാല്യൂ ഇതിൽ ഏത് മീഡിയത്തിലാണ് കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മൾ നോക്കാം, വാക്വത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട, എയറിൽ നിന്ന് എയർ ആ കാര്യം നോക്കണ്ട. വാട്ടറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? 2.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ ഡയമണ്ടിൻ്റെ എത്രയാണ്? 1.25 ഇൻറ്റു 10⁸ മീറ്റേഴ്സ് പെർ സെക്കൻഡ്. അതുപോലെ തന്നെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഈ 3 മീഡിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് വരുന്ന ഏതാണ്? 2.25, 1.25, 2. ഏതാണ്? വാട്ടർ. അപ്പോൾ ലാർജസ്റ്റ് വാല്യൂ ഓഫ് റിഫ്രാക്ഷൻ എവിടെയായിരിക്കും? വാട്ടറിലായിരിക്കും. ഏതിനാണോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലുള്ളത് അതിനായിരിക്കും ലാർജസ്റ്റ് വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ഇതിന് പകരം സ്മോളസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവുള്ളത് ഡയമണ്ട്. അപ്പോൾ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതിനായിരിക്കും? ഡയമണ്ടിനായിരിക്കും. ഈ 3 മീഡിയത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ